മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് വി.ഡി. സതീശനാണെങ്കിൽ ഭരണചക്രം തിരിക്കുന്നത് പാണക്കാട് നിന്നായിരിക്കും. ഇത് വെറും ഒരു പ്രവചനമല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം. വർഗീയവാദി എന്നും വിഭജനം ഉണ്ടാക്കുന്നവളെന്നൊക്കെ വിളിച്ച് ഇപ്പൊ മറുപടി കിട്ടിക്കഴിഞ്ഞു. തൊടുപുഴയിലെ തെരുവുകളിൽ മുസ്ലിം യൂത്ത് ലീഗുകാർ അലറി വിളിച്ച ആ മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിച്ചോ? ലീഗ് ഭരിക്കും കേരള നാട് എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഇതര സമുദായങ്ങളെയൊക്കെ ആ നേതാക്കളെയെല്ലാം പരസ്യമായി തെറി വിളിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാലം കൊട്ടിഘോഷിച്ച മതേതര കേരളം എന്ന വിഗ്രഹം തകർന്നടിയുകയാണ്. എന്തായിരുന്നു പറഞ്ഞത്? മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന്. മുഖ്യമന്ത്രി സ്ഥാനം വി.ഡി. സതീശന് കിട്ടിയിട്ട് ഏതാനും മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് തന്നെ മതഭ്രാന്തന്മാർ കൊലവിളിയുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. മുസ്ലിം ലീഗ് ഭരിക്കുന്നത് എന്ന ആ മുന്നറിയിപ്പ് കേട്ടെങ്കിലും ഇവിടുത്തെ മതേതരവാദികളുടെ കണ്ണ് തുറന്നോ? എന്തുകൊണ്ടാണ് ചില പ്രത്യേക കേന്ദ്രങ്ങൾ വി.ഡി. സതീശന് വേണ്ടി ഇത്രയധികം മുറവിളി കൂട്ടിയത് എന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഇനി അങ്ങോട്ട് മമതാ ബാനർജിയുടെ കാലത്ത് ബംഗാളിൽ ഇക്കൂട്ടർ അഴിഞ്ഞാടിയതുപോലെ തന്നെ ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും എല്ലാം ആട്ടി ഓടിച്ചതുപോലെ ഇവിടെയും സംഭവിക്കാൻ പോവുകയാണ്. യാതൊരു സംശയവുമില്ല. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു പ്ലാനിംഗ് ആണ്. കേരളത്തിൽ ജനസംഖ്യാ ഭൂപടം മാറ്റിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മറവിൽ നടക്കുന്ന ഒരു നിശബ്ദ അധിനിവേശം വരാനിരിക്കുന്ന 5 വർഷം ഇനി നമ്മളൊക്കെ കാണാൻ കിടക്കുന്നതേയുള്ളൂ. ഇതിൻ്റെ പിന്നിലെ ഞെട്ടിക്കുന്ന കണക്കുകളും അതുപോലെ തന്നെ ഇതിൻ്റെ അന്തർനാടകങ്ങളും നമുക്ക് പരിശോധിക്കാം. തൊടുപുഴയിൽ നടന്നത് ഒരൊറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വന്നവർ എന്തിനാണ് മറ്റു മതസ്ഥരെ അവഹേളിക്കുന്നത്? അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ പാർട്ടിയുടെ അച്ചടക്കത്തിന് നിരക്കാത്തതാണെന്ന് പറഞ്ഞ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് വെറും ഒരു ഐവാഷ് മാത്രമാണ്. അണികളുടെ ഉള്ളിലിരിപ്പാണ് ആ മുദ്രാവാക്യങ്ങളിലൂടെ പുറത്തു വന്നത്. ക്ഷമിക്കണം, അണികളുടേതല്ല, മുസ്ലിം ലീഗിൻ്റെ തന്നെ. സാദിഖലി തങ്ങൾ എത്രയൊക്കെ സമാധാനം പറഞ്ഞാലും താഴെത്തട്ടിൽ ജിഹാദി മാനസികാവസ്ഥയുള്ളൊരു തലമുറ വളർന്നു വരുന്നു. അതിൻ്റെ തെളിവാണത്. പിന്നെ കുത്തിവെക്കുന്നതല്ലേ പുറത്തു കാട്ടൂ എന്ന് നമുക്ക് പറയാം. സസ്പെൻഷൻ നടപടി എന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും തന്ത്രം മാത്രമാണ്. ഭരണം കയ്യിൽ കിട്ടിയാൽ ഇക്കൂട്ടർ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് വെറും ഒരു മണിക്കൂർ കൊണ്ട് അവർ തെളിയിച്ചു കാണിച്ചു. മുന്നറിയിപ്പ് വ്യക്തമാണ്. ഇനി കളി ഞങ്ങളുടെ രീതിയിൽ. ഇതിനെതിരെ ശബ്ദിക്കാൻ വി.ഡി. സതീശന് ധൈര്യമുണ്ടോ? തനിക്ക് മുഖ്യമന്ത്രി പദം വെച്ചു നീട്ടിയവരുടെ മൂക്കിന് താഴെ ഇതര സമുദായങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ അദ്ദേഹം മൗനം പാലിക്കും എന്നത് തീർച്ചയാണ്. ഈ വിധേയത്വം തന്നെയാണ് കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി. ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി. ജനസംഖ്യയാണ് ഒരു നാടിൻ്റെ വിധി നിശ്ചയിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് സത്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന മാറ്റങ്ങൾ യാദൃശ്ചികമൊന്നുമല്ല. നമുക്ക് ചില ഔദ്യോഗിക കണക്കുകൾ തന്നെ പരിശോധിക്കാം. 2016 കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വിഹിതം 14 ലക്ഷം മാത്രമായിരുന്നു. ഓർക്കണം, 14 ലക്ഷം 2016. എന്നാൽ 2026 എത്തുമ്പോൾ അത് 23 ലക്ഷമായി കുതിച്ചുയർന്നു. വെറും 10 വർഷം കൊണ്ട് 58% വളർച്ചയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധാരണഗതിയിൽ കൈവരിക്കാൻ കഴിയുന്ന വളർച്ചയാണോ ഇത്? ഒരിക്കലും അല്ല. ഇത് കൃത്യമായ ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ ഫലമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷിതത്വം ശാശ്വതമാണെന്ന് കരുതരുത്. ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാത്തവർ അത് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. 1920കളിലെ കറാച്ചി ഒന്ന് ഓർത്തു നോക്കൂ. അവിടുത്തെ വലിയ വ്യാപാരികളും സമ്പന്നരും ഹൈന്ദവരായിരുന്നു. തങ്ങൾ അവിടെ നിന്നും അഭയാർത്ഥികളായി ഓടിപ്പോകേണ്ടി വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. നേരെ 1960കളിലേക്ക് വരാം. അപ്പോൾ അവിടെ കാശ്മീർ ഭരിച്ചിരുന്നത് കശ്മീരി പണ്ഡിറ്റുകളായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയത്തിലും അവർക്കായിരുന്നു മുൻതൂക്കം. പക്ഷേ ഡെമോഗ്രഫി മാറിയപ്പോൾ 1990കളിൽ അവർക്ക് സ്വന്തം മണ്ണിൽ നിന്ന് ജീവനം കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നു. കേരളവും അതേ പാതയിലാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ സമാധാനമൊന്നും നാളെ ഉണ്ടാവില്ല എന്നതിൻ്റെ സൂചനയാണ് തൊടുപുഴയിൽ കണ്ടത്. മലപ്പുറത്തിന് പുറത്തേക്ക് ലീഗിൻ്റെ സ്വാധീനം വളരുന്നത് കേവലം രാഷ്ട്രീയമായിട്ടല്ല, മറിച്ച് ജനസംഖ്യാപരമായ അധിനിവേശത്തിലൂടെയാണ്. നോക്കിക്കോ, വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നാൽ മലപ്പുറവും വിഭജിക്കും. അതുപോലെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. ഈ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചത് ആരാണ്? മതേതരത്വം എന്ന് പ്രസംഗിക്കുന്ന ഇടത് വലത് സർക്കാർ ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് അവർ നടത്തിയ പ്രീണനങ്ങൾ ഇന്ന് കേരളത്തിന് ശാപമായി മാറിയിരിക്കുന്നു. ഈഴവർക്കും മറ്റും പിന്നാക്ക വിഭാഗങ്ങൾക്കൊക്കെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വകമാറ്റി ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കുത്തി നിറച്ചു നൽകി. ന്യൂനപക്ഷ വകുപ്പ് എന്നത് ഒരു പ്രത്യേക സമുദായത്തിന്റെ മാത്രം വകുപ്പായി മാറി. ഹൈക്കോടതി ജഡ്ജിമാർ പോലും ഇതിനെതിരെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടും സർക്കാർ തിരുത്താൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. 2000കളിൽ ക്ലാസ് റൂമിലെ പച്ച ബോർഡിനെതിരെ പ്രക്ഷോഭം നടത്തിയ CPM ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു?
ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന അതേ CPM വോട്ട് കിട്ടാൻ വേണ്ടി പാർട്ടി വേദികളിൽ നിസ്കാരപ്പായ വിരിച്ചു കൊടുക്കുകയാണ്. ജയരാജന്മാരെ കാവുകളിൽ കയറാൻ അനുവദിക്കാത്തവർ മറുഭാഗത്ത് മതമൗലികവാദികൾക്ക് വേണ്ടി പരവതാനി വിരിക്കുന്നു. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി വേദിയിലെത്തിയ സീനൊക്കെ മറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഇരട്ടത്താപ്പാണ് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ ഐക്യത്തെ തകർക്കുന്നത്. മമതാ ബാനർജിയുടെ ബംഗാളിൽ എന്താ സംഭവിച്ചത്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നുഴഞ്ഞുകയറ്റക്കാരെ വരെ, തീവ്രവാദ ചിന്താഗതിക്കാരെ വരെ മമത പ്രോത്സാഹിപ്പിച്ചു. ഫലം എന്തായിരുന്നു? തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമങ്ങളിൽ ആയിരക്കണക്കിന് ഹിന്ദു വീടുകളാണ് കത്തിക്കപ്പെട്ടത്. സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു. ഇന്ന് ബംഗാളിലെ പല ഗ്രാമങ്ങളിലും ഇതര മതസ്ഥർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിന് കാരണക്കാരിയായത് മമതയാണ്. എന്നാൽ ഇപ്പോൾ അത് മാറും. അപ്പോൾ ഇതേ പാറ്റേൺ ആണ് കേരളത്തിലും വരാൻ പോകുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ഈ ശക്തികളിലേക്ക് തടവുകാരനായിരിക്കും. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം വെച്ച് നീട്ടിയത് ലീഗുകാരാണല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഇനി വാതുറക്കാനാകില്ലല്ലോ. പോലീസിനും ഭരണകൂടത്തിനും മേൽ പാണക്കാടിൻ്റെയും ലീഗിൻ്റെയും നിയന്ത്രണം വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ആരോട് പരാതി പറയും? തൊടുപുഴയിൽ കണ്ടത് ഒരു ട്രെയിലർ മാത്രമാണ്. സിനിമയൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ. കേരളത്തിൽ സാമൂഹിക ഐക്യമുണ്ട്, മതേതരത്വം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറും ഒരു പുകമറ മാത്രമാണ്. ന്യൂനപക്ഷം എന്നാണോ ഭൂരിപക്ഷമാകുന്നത് അന്ന് ഇതൊക്കെ തീരും. അധിനിവേശ മതശക്തികൾ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തും ഭൂമി ഇടപാടുകളിലും അതീശത്വം സ്ഥാപിച്ചു കഴിഞ്ഞു. വഖഫ് നിയമങ്ങൾ ഉപയോഗിച്ച് പാവപ്പെട്ടവരുടെ ഭൂമി തട്ടിയെടുക്കുന്നവനും സർക്കാർ ആനുകൂല്യങ്ങളിൽ സിംഹഭാഗവും കൈക്കലാക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പയ്യെ ഇതൊക്കെ മാറി മാറി വരും. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് മാറ്റത്തെ താലോലിക്കുന്നവർ നാളത്തെ തലമുറയോട് ചെയ്യുന്നത് കൊടും ചതി തന്നെയാണ്. 2000-ങ്ങളിൽ തുടങ്ങി ഈ മാറ്റം ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇത് പിടിച്ചാലൊന്നും കിട്ടില്ല. എന്തായാലും നിങ്ങളെ ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ വോട്ടൊന്നും അല്ല. അതൊക്കെ പണ്ട്. മറിച്ച് ഈ മാറുന്ന ജനസംഖ്യയാണ് എല്ലാ തീരുമാനവും എടുക്കുന്നത്. ഞാൻ ഈ പറയുന്നത് പലർക്കും കൈപ്പേറിയ സത്യമായിരിക്കും. ഞാൻ ഈ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പം എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങും. പക്ഷെ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. വരാണ്ടിരിക്കുന്ന 5 വർഷം നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇനി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമൊന്നുമല്ല, ഇതൊരു നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ഭൂമി ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഉണർന്ന് ചിന്തിച്ചേ മതിയാകൂ. ഈ കണക്കുകളെയും സ്ഫോടനാത്മകമായ ജനസംഖ്യാ മാറ്റങ്ങളെയും നിസ്സാരമായി കാണരുത്. ഇതിൻ്റെ പേരിൽ തമ്മിൽ തല്ലാനും ചീത്ത വിളിക്കാനും അല്ല പറയുന്നത്. എല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞ് ബോധവാന്മാരാവുക, അത്രയേ ഉള്ളൂ. ചരിത്രം ആവർത്തിക്കപ്പെടാൻ അനുവദിക്കരുത്. ബംഗാളും കശ്മീരും കറാച്ചിയും നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഇത് ഇന്ത്യയാണ്. ഇവിടെ ജനാധിപത്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ണു തുറന്ന് നോക്കുക, സത്യം തിരിച്ചറിയുക. ബാക്കിയൊക്കെ നിങ്ങളുടെ ബുദ്ധിക്ക് വിട്ടുതരുന്നു. അപ്പോൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.